ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്ത് ഇലിക്കലിൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി. 10 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് BSE തന്നെ ആഡ് ചെയ്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം US യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റാലിയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്യാപ്പ് കിട്ടി. ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം നിഫ്റ്റി വളരെ വലിയ തോതിൽ വോളറ്റിലിറ്റി ആയിരുന്നു. 123 പോയിന്റ് സെൻസസ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി 24,200 താഴെ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സെക്ടർ എല്ലാം തന്നെ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി HDFC ബാങ്ക്. HDFC ബാങ്കിൻ്റെ ചാർട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ നമ്മുടെ കുളിപ്പടവുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിൽ പടിപടിയായിട്ട് താഴേക്ക് പോകുന്ന ഒരു സിനാരി. അതായത് 3% HDFC ബാങ്ക് ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് ഫോൾ ആയിട്ടുള്ളത്. രാവിലെ ഞാനും HDFC ബാങ്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ നല്ല പ്രോഫിറ്റ് കണ്ടു. പിന്നീട് നോക്കിയപ്പോൾ എന്താ, ആ പ്രോഫിറ്റ് എല്ലാം തന്നെ പോയ അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾക്കും HDFC ബാങ്കിൽ ഇന്ന് ആ ഒരു പ്രതിഭാസം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ബാങ്കും എസ്പെഷ്യലി ബാങ്ക് ഇൻഡെക്സ് തന്നെ ഫോൾ ആയ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ICICI ലോംബോർഡ് പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്നലെ Q4 റിസൾട്ടിന് ശേഷം പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ കണ്ടു. പാകിസ്ഥാൻ പറയുന്നത് ഇസ്രായേൽ വാറിൻ്റെ മധ്യസ്ഥ വഹിക്കും, അത് നല്ല രീതിയിൽ പോകും, ന്യൂക്ലിയർ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഒരു ബ്രേക്ക് ഔട്ടുകൾ വരും എന്നുള്ളതൊക്കെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അഭിപ്രായങ്ങൾ. ആ ഒരു ഹോപ്പിലാണ് ആക്ച്വലി മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ S&P 500 നാസ്ഡാക്ക് പോലെയുള്ള ഇൻഡെക്സുകൾ US തന്നെ ഗംഭീര റാലിയിലാണ്. ഈവൻ നമ്മളുടെ മാർക്കറ്റിലെ MO100 പോലെയുള്ള മോത്തിലാൽ ഒസ്വാൽ ഇൻഡെക്സ് ETF ഫണ്ടും ശക്തമായ റാലിയിലാണ് ഉള്ളത്. ഇത്ര ക്രൂഷ്യൽ അവസ്ഥയിലും നാസ്ഡാക്കെല്ലാം തന്നെ ഇന്നലെ 1.6% റാലിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ രീതി തന്നെ പോയാലും മതി. അതായത് ശുഭകരമായിട്ടുള്ള വലിയ ത്രസിപ്പിക്കുന്ന വാർത്തകൾ ഇല്ലെങ്കിൽ തന്നെ മാർക്കറ്റ് പതിയെ മുകളിലേക്ക് പോകും. കാരണം എപ്പോഴും മാർക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണുള്ളത്. അശുഭകരമായിട്ടുള്ള വാർത്ത ഇല്ലാതിരുന്നാൽ മാത്രം മതി. നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റിനെ താഴേക്ക് ഇടുന്ന വാർത്തകൾ ഇല്ലാത്ത സാഹചര്യമുള്ളത് തന്നെ പോസിറ്റീവാണ്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള വാർത്ത വരണമെന്ന് നിർബന്ധമില്ല. ഇനി അതിൻ്റെ കൂടെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ മാർക്കറ്റ് ഗംഭീരമായിട്ട് പോകും. കാരണം ഈ നിഫ്റ്റിയെല്ലാം തന്നെ 29,000 ടാർഗറ്റ് പറഞ്ഞായിരുന്നു ഈ ഒരു വാറിന് മുമ്പ്. വാറില്ലായിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കി, വാറില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 29,000 പോവില്ലേ, സെൻസെക്സ് 90,000 പോവില്ലേ, വളരെ സിമ്പിളായിട്ട് പോയേനെ. വാറായതുകൊണ്ടാണ് സ്റ്റോപ്പായി ഇരിക്കുന്നത്. പിന്നെ ഇന്നലെ FIs ആശാന്മാർ ബയേഴ്സായിരുന്നു. ഈ ഒരു മാസം 2 പ്രാവശ്യം FIs ആശാന്മാർ ബയേഴ്സായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ DIs പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. DIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റീറ്റെയിലേഴ്സിനെ പോലെയാണ്, ഏറ്റവും ടോപ്പിൽ ഗംഭീര പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. FIs എന്ന് പറയുന്നത് വലിയ അൺയൂഷ്വൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളാണ്. ഇടിഞ്ഞ് പഞ്ചറായ എന്ന അവസ്ഥയിലും വീണ്ടും സെല്ല് ചെയ്യും. മാർക്കറ്റ് ഓൾ ടൈം ഹൈയുടെ മണ്ടൊക്കെ പോയി ബൈ ചെയ്യുന്ന ഒരവസ്ഥയാണ് FIസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. എനിവേ നിഫ്റ്റിയിൽ നിന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് HDFC ബാങ്ക് തന്നെയാണ്. 1.7. ONGCയും HDFC ലൈഫും ടൈറ്റാനും അപ്പോളോ ഹോസ്പിറ്റലും ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനീസാണ്. ഹിൻഡാൽക്കോയും അദാനി എൻ്റർപ്രൈസസും ട്രെൻഡും അദാനി പോർട്ടും എറ്റേണലുമാണ് ഇന്ന് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയത്. നേരെ നിഫ്റ്റിയുടെ ചാർട്ട് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. അതീവ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. നല്ല ഗ്യാപ്പ് അപ്പിന് ശേഷം 24,400 ടെസ്റ്റ് ചെയ്ത നിഫ്റ്റി ആയിരുന്നു. അതിനുശേഷം ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. പിന്നീട് ഘട്ടമായിട്ട് പോയി. അവസാന സമയത്ത് ചെറിയൊരു റിക്കവറി മോഡൽ വന്നു. മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. പിന്നീടും താഴേക്ക് പോയി. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,817, സിൽവർ 79, ബിറ്റ് കോയിനും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ബ്രന്റ് ഓയിൽ 95 നിലനിൽക്കുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് 2.6, നിഫ്റ്റി പോട്ടെ, ഡോ കാണാം 86 പോയിന്റ് പ്ലസ് ആണ്, നാസ്ഡാക്ക് 59 പോയിന്റ് പ്ലസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്ലസ് ആയിരുന്നു. ഇന്ത്യ വിക്സ് കാണാം ഇന്നും 3% ഇടിവ് രേഖപ്പെടുത്തി. ജപ്പാൻ മാർക്കറ്റ് കാണാം 1,300 പോയിന്റ് റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റാലിയിലാണ്. പൊതുവേ നോക്കുകയാണെങ്കിൽ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ ഈ ഒരു ശുഭ വാർത്ത ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഓരോ കമൻറ്റുകൾ വരുന്നുണ്ട്. ഇനി ശുഭവാർത്ത ഉണ്ടായില്ലെങ്കിൽ പാകിസ്ഥാൻ മാർക്കറ്റ് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്നത്തെ ഫസ്റ്റ് ഘട്ടം ചർച്ചയിൽ ഒത്തുതീർപ്പാവാതെ ഈ US പ്രതിനിധി സംഘങ്ങൾ അമേരിക്കയിലേക്ക് പോയ പിറ്റേ ദിവസം പാകിസ്ഥാൻ മാർക്കറ്റ് ഇടിഞ്ഞ് പഞ്ചറായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു
ചർച്ചയുടെ മധ്യസ്ഥ വഹിക്കേണ്ടത് അവരുടെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതിലേക്ക് കടക്കുന്നില്ല. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. എവിടെയാണ് സ്റ്റോക്കിൻ്റെ വാർത്തയുള്ളത്? ഓക്കെ കിട്ടി. അതിനു മുമ്പ് നമുക്ക് നമ്മളുടെ ഓഫീസിൽ, കൊച്ചി ഓഫീസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവല്, ഇനിയിപ്പോൾ ഓപ്ഷൻ, ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മളെ നമ്പർ. ഓക്കെ, സ്റ്റോക്കുകളുടെ വാർത്തയിൽ വിപ്രോയുടെ റിസൾട്ട് വന്നു. മിക്സ്ഡ് റിപ്പോർട്ടാണ് വന്നത്. ഇയർ ഓൺ ഇയർ അല്ലാതെ തന്നെ പ്രോഫിറ്റ് ഇടിവ് രേഖപ്പെടുത്തി. ശുഭകരമായിട്ടുള്ള കാര്യമുള്ളത്, ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് കമ്പനി. ഇപ്പോഴത്തെ LTPയിൽ നിന്നും ഉയർന്ന രീതിയിലാണ് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ TCSന് ശേഷം IT കമ്പനിയായിട്ടുള്ള വിപ്രോയും ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. കാരണം ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വിപ്രോയിലൊരു സ്പ്ലിറ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് 600 റേഞ്ച് താഴെ വന്ന രീതിയിലാണുള്ളത്. പക്ഷേ TCS അങ്ങനെയല്ല, 4000-ലൊക്കെ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്, നേർ പകുതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ AI വന്നതുകൊണ്ട് ഈ IT കമ്പനീസിനൊക്കെ ഒരു ക്ഷീണം ഉണ്ടായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. BPCL ബ്രസീലിലെ ഒരു വമ്പൻ പ്രൊജക്റ്റ് വരാണ്, 2.8 ബില്യൻ്റെ പ്രൊജക്റ്റ് വരാണ്, ജോയിൻറ്റ് വെഞ്ചറാണ്. ഇൻ്റലക്ട് ഡിസൈൻ അറിയുന്നൊക്കെ കുവൈത്ത് ബാങ്കിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചു. ഹിറ്റാച്ചി എനർജി കമ്പനി ഇവർ 1 ഗിഗാവാട്ട് പ്രൊജക്റ്റ് മുംബൈയിൽ ചെയ്യുന്നുണ്ട്. ഡോൾഡ ഡയറി അവർ 7 ഏക്കർ ലാൻഡ് ബീഹാറിൽ അക്യൂർ ചെയ്തിട്ടുണ്ട് അവരുടെ ഡയറി ഫാമിന് വേണ്ടിയിട്ട്. അലോക് ഇൻഡസ്ട്രീസ് നെറ്റ് ലോസാണുള്ളത്. കഴിഞ്ഞ തവണ 74 കോടി രൂപ ലോസ്, ഈ തവണ ലോസ് വർദ്ധിച്ചിട്ടുണ്ട്, 190 ആയിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചോ? ഇല്ല, ഡിവിഡൻറ്റിൻ്റെ ന്യൂസ് ഇല്ല. DCM ശ്രീരാം കമ്പനി ഇവർ ടെക്നോ അപ്പെക്സ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്ലാസ്റ്റിക് പ്രോഗ്രാം പ്ലാന്റ് ചെയ്യാനായിട്ട് ധാരണയായി. SSG ഫിനാൻസ് കമ്പനി ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 25,000 മറികടന്നു, സ്റ്റോക്ക് ഇന്ന് പറന്നു 10%-ലേറെ. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് 32 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. HDFC AMC പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 640, ഇതവണ 623. കമ്പനി 54 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിത്യ ഇൻഫോടെക് കമ്പനി ഇവർ 50-50 ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാം ഇവർ ചെയ്യുന്നുണ്ട് ഓറിയൻറ്റ് കേബിളായിട്ട്. അമാഗി മീഡിയ ലാബ് ഇവർ ആദം ആയിട്ട് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, ഒരു പുതിയ പ്രൊജക്റ്റ് ലാറ്റിൻ അമേരിക്കയിൽ ചെയ്യാൻ ധാരണയായി. പാരാസ് ഡിഫൻസ് 900 കോടി രൂപയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് കിട്ടിയേക്കാമെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. മോർഷിപ്പ് ടെക്നോളജി കമ്പനി ഇവർ 73% ഇവർ വയായ ലാബിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. VA ടെക് വബാഗ് കമ്പനി ഇവർ സൗദി അറേബ്യയിൽ നിന്ന് ഇവർക്കൊരു 600 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കാം. പുട്ട് കോൾ റേഷ്യോയിൽ തന്നെ 0.84 ആണ്. കൂടുതൽ ആളുകൾ കോള് റൈറ്റ് ചെയ്ത് ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാണാം 25,000 റേഞ്ചും 25,500 എല്ലാം തന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. മേജർ സപ്പോർട്ട് സോണായിട്ട് 23,000 ഉള്ളത്, 23,500 അടുത്ത സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിലെ വൺലൈൻ അല്ല, നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക്, ഫാമിലി, ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ സെക്കൻഡറി. അപ്പോൾ ഈ ഗ്ലോബലി നടക്കുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് കുട്ടികൾക്കും പഠിക്കുന്ന ആളുകൾക്കും നമുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ന്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.